തന്തൊക്കെ വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? വെറുതെ അവന്റെ വായിച്ചിരിക്കണ എന്തിനാ കേൾക്കണേ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത്. കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? എന്തോ കൈയുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. അത് ഈ നാട്ടിലെ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെല്ലുവിളിക്കുകയാണല്ലോ. എന്താ വിനുവിനെ നീ വിളിച്ചു ചോദിച്ചോടാ. വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ഒരുമാതിരി പെറ്റിപൂശയെ പോലെ താല്പര്യം. ഞാനെന്താ എനിക്ക് ആവശ്യമില്ലാത്ത എനിക്ക് ഭ്രാന്തോ? ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. നീ ബിഗ് ബോസ് കാണാറുണ്ടോ? നിങ്ങളുടെ കള്ളക്കളിന്ന് എന്റെ അടുത്ത് വേണ്ട. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ശരിയാടാ. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വിനു എന്താടാ? ആരെയും വിളിച്ചത് വാപ്പയാന്ന് വിളിച്ചത് തന്നെയാന്ന് വിളിച്ചത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? നീ ഇപ്പൊ എന്റെ എന്തോ ചോദിക്കാനാ വിളിച്ചു? എന്ത്? ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. ഒന്നെനിക്ക് പനി, രണ്ട് പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് തനിനാ മനസ്സിലായിട്ടില്ല. എന്തോട് ഞാൻ 72 ഒരു 100 ദിവസം ലൈവ് ചെയ്യുന്നവനല്ലേ. എനിക്ക് നിന്റെ ലൈവിനകത്ത് ഈ അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? ചതിച്ചോ ദൈവമേ. എന്നെ തേച്ചതാണല്ലേ? ഞാൻ കിടക്കുവാണെന്ന് ഞാൻ മണി നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. പിന്നെ താൻ എന്തിനാണ് വയ്യാത്ത പണിക്ക് പോയത്? പണിക്കരെ ചാവുന്നെങ്കിൽ ചാവട്ടോ. ഈ പനി നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ ഹരീഷ് നോട്ട് പിടിക്കുന്നത്? അത് അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ കർത്താവേ. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. എന്തിനാടാ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞാനിപ്പൊ പറയുന്നത് അനുമോളുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് നിന്നെ പറയണ്ടത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാപോടാന്ന് വിളിച്ച് സംസാരിക്കും. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? നീ എന്നെ വിളിച്ചിട്ട് നീ എടാപോടാന്ന് വിളിച്ച് സംസാരിക്കും. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ. കള്ളന്മാരെടാന്ന് വിളിക്കും. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? യവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണമെന്ന്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. ചെയ്തതിനുള്ളതൊക്കെ
മോനെ ദൈവം തിരിച്ചു തരും. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്നിട്ട് ഉരുളെന്ന് അഖിലെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞ. എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ പാസ്റ്റ് എടുത്തിടുന്നത്. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. കാണില്ല, ഇനി അവൻ ആരും കാണില്ല. അവന്റെ ശല്യം ഇന്നത്തോടെ തീരും. അഖില, നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടെ? എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഞാൻ ചേട്ടാന്ന് തന്നെയാടാ നിന്നെ വിളിച്ചു തുടങ്ങിയത്. നൂല് കോർക്കാനായിട്ട് സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂല. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും ഒക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചോണ്ടല്ലടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. നിന്റെ പഴയ ഉടായ്പ വേല വല്ല ഇവിടെ ഇറക്കിയ നിന്റെ സെന്റർ ബോൾട്ട് ഊരിയാണ്. ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിൽ ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. എന്തിനാടാ എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഞാൻ ക്രിപ്റ്റോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അതെന്റെ നഷ്ടമല്ലേ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിന്റെ ഈ തള്ളും നിന്റെ യഥാർത്ഥ അവസ്ഥ ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പറയൂ മാരാറെ, പറയൂ. ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്? നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? പറഞ്ഞതെല്ലാം കളവല്ലേ, എല്ലാം കളവല്ലേ. അതിന് പ്രത്യേകിച്ച് പറയണോ? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിനല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. ഞാൻ പോകുന്നു. ബൈ ബൈ.